ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CS മുരളി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആണ്, ദീർഘകാല സുഹൃത്തുക്കളോ ആണ് വേദിയിലും സദസ്സിലുമൊക്കെ ഉള്ളത്. കുറച്ച് സമയമായിട്ട് എനിക്കെന്താണെന്നറിയില്ല, ചെറിയൊരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെട്ടു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. അധ്യക്ഷൻ പറഞ്ഞത്, അധ്യക്ഷൻ അങ്ങനെ പ്രതീക്ഷിക്കൊന്നും വേണ്ട, പ്രസംഗിക്കാൻ വരുന്ന ആളാണ് തീരുമാനിക്കുന്നത് എന്ത് പറയണമെന്ന്. അധ്യക്ഷൻ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു സലിംജിയെ അനുസ്മരിക്കുന്നൊരു സമ്മേളനമാണ്. സലിംജിയെ A to Z വിലയിരുത്താൻ, സലിംജിയെ ആദ്യം മുതൽ അവസാനം വരെ വിലയിരുത്തി അതിൻ്റെ ശരിതെറ്റുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു നല്ല രീതിയുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഇടപെട്ടതിനെ സംബന്ധിച്ച നമ്മുടെ അഭിപ്രായങ്ങൾ, ഗീതനോട് സൂചിപ്പിച്ചതുപോലെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. അതിനപ്പുറത്തേക്ക് ഭാവി ഈ തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കണം, അല്ലെ ഭാവി തലമുറ ഇത് ഏറ്റെടുക്കുകയല്ല, ഇതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പറയുന്നൊരു ശുദ്ധ അബദ്ധമാണത്. അതായത് ഞാൻ പറയുന്നൊരു കാര്യം, 1925 RSS രൂപീകരിച്ചതിന് ശേഷം 30-നും 40-നും ഇടയിൽ RSS സംഘമായി മാറുമ്പോൾ വീര സവർക്കർ എന്നിന്നറിയപ്പെടുന്ന ആൾ, സ്വന്തം ആത്മകഥ എഴുതി കള്ളപ്പേരിൽ പ്രസിദ്ധീകരിച്ച ആളാണെന്ന് ഓർക്കണം, വീര സവർക്കർ. അയാളന്ന് തികച്ചും അവഗണിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലാണ് 90 വർഷം കഴിഞ്ഞപ്പോൾ സവർക്കർ ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അന്ന് ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടെന്നാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അന്ന് തീരുമാനിച്ചത്. ഇന്ത്യ ഒരു ആപത്തിൽപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ അഭയം പ്രാപിച്ചത് അംബേദ്കറിലാണ്, വേറെ ആരും അല്ല. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? ഭാവിയിൽ എന്തായിരിക്കും അത്? ഭാവിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുന്നോട്ട് പോക്കിനും അവരുടെ അഭിലാഷങ്ങൾക്ക് ഉപയുക്തമാകുന്ന ആശയങ്ങൾ അവർ ചരിത്രത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കും. എന്നാൽ നമ്മളിവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കട്ടെ, കാര്യം മാത്രം പറഞ്ഞാൽ മതി ആണ് അതിൻ്റെ ബേസിക്കായൊരു കാര്യം. രണ്ടാമതൊരു സംഗതി, സലിംജി നക്സലൈറ്റ് ആയിരുന്നു, പിന്നെ നക്സലൈറ്റ് ആയിരുന്നു, മരിച്ചു കഴിഞ്ഞും പിന്നെ നക്സലൈറ്റ് ആയിരുന്നു എന്ന് പറയുന്ന പരിപാടി അതൊരു സത്യസന്ധതയില്ലാത്ത പരിപാടിയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ നാട്ടിൽ ഒരു മുൻ നക്സലൈറ്റ് CR രാമേന്ദ്രൻ എന്ന് പറയും, KVയുടെയും KNൻ്റെയൊക്കെ വലിയ സുഹൃത്തായിരുന്നു. മഹാരാജ് കോളേജിൽ സ്പെഷ്യൽ BScക്ക് പഠിച്ചൊരു ദളിതനായിരുന്നു അന്നത്തെ കാലത്ത്. സ്പെഷ്യൽ BSc എന്ന് പറഞ്ഞൊരു കോഴ്സും. പുള്ളി ഒരു ദിവസം പ്രവർത്തനമൊക്കെ പോയിട്ട് നോട്ടീസ് അടിച്ചിറക്കി, ഞാൻ ഇന്നു മുതൽ ഈ നക്സലൈറ്റുകളുമായിട്ടുള്ള മുഴുവൻ ബന്ധവും വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കി നിന്ന് മരിച്ചു പോയ ഒരാളാണ്. മരിച്ചു കഴിഞ്ഞ് അനുശോചന സമ്മേളനം നടക്കുക. അപ്പോൾ ഏതോ മാവോയിസ്റ്റുകൾ, നക്സലൈറ്റുകൾ അവിടെ വരുന്നുണ്ട്. അവർ പ്രസംഗിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭയങ്കര മരിക്കുമ്പോഴും വിപ്ലവകാരിയായിരുന്നു അവർ പറയും. എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ അനുശോചനത്തിൽ പറയും, ഇദ്ദേഹം നോട്ടീസ് അടിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അയാൾ തന്നെ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ച് ഞാൻ നക്സലൈറ്റ്, എന്നിട്ടും സമ്മതിക്കുകയല്ല. ഇതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവും. ഞാനെന്താ ഈ പറയും, നമ്മൾ ഇത്രയും വാശിയൊന്നും പിടിക്കണ്ട. നമ്മൾ ഞരമ്പ് രോഗികളെ കൂട്ട് അല്ല ചരിത്രത്തെയും സമൂഹത്തെയും മനസ്സിലാക്കേണ്ടത്. സലിംജിയായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പ്രത്യേകമായി പറയേണ്ടത്. അദ്ദേഹം നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഗീതാനന്ദൻ നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. KK കൊച്ച് നക്സലൈറ്റ് പ്രസ്ഥാനത്തിലെ ഔദ്യോഗിക വക്താവ് അല്ലെങ്കിലും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ കറങ്ങി നടന്ന് ജീവിച്ച ഒരാളാണ്. ഇവരാണ് കേരളത്തിൽ ദളിത് മൂവ്മെൻ്റ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയരുത്. അതൊരു തെറ്റായ ഒരു കാര്യമാണ്. അവരതിൽ പ്രധാനപ്പെട്ട
ആൾക്കാരാണ്. ആ കാര്യത്തിൽ തർക്കിക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷെ അവർ മാത്രമാണ് കേരളത്തിൽ ദളിത് പ്രസ്ഥാനവും അംബേദ്കറിസവും ഒക്കെ പ്രചരിപ്പിച്ചത് എന്ന് പറയരുത്. തെറ്റാണത്. അങ്ങനല്ല. അതിനു മുമ്പേ ഈ മാർക്സിസം എത്രമേൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ഈ മാർക്സിസം ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കുന്നത് സലിംജി നക്സലൈറ്റ് ആയതുകൊണ്ടാണെന്നാണ്. അല്ലെങ്കിലും നമ്മൾ ചർച്ച ചെയ്യും മാർക്സിസം. അല്ലെങ്കിലും മാർക്സിസം നമ്മൾ ചർച്ച ചെയ്യും. കാരണം മാർക്സിസം അത്രമേൽ ജനപ്രിയമായ ഒരാഘോഷ കമ്മിറ്റിയാണ് കേരളത്തിൽ. എന്താണെന്നറിയാവോ? ഇടയ്ക്കിടയ്ക്ക് മാർക്സിസ്റ്റുകൾ അധികാരത്തിൽ വരും. അതുകൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാർ മുഴുവനും മാർക്സിസ്റ്റുകളാണ്. ഒരു 3 പ്രാവശ്യം BJP വരുവാണ്, അവരെല്ലാം ഹിന്ദുത്വവാദികളാവും. ഇത്രയേ ഉള്ളൂ പാണ്ഡിത്യത്തിന് കാര്യം. അപ്പോൾ നമ്മളെല്ലാം ഈ മാർക്സിസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയത്. ഈ സെയിം സാധനം നമ്മൾ ഗോവയിൽ പോയി പറയുമോ? ഗോവയിൽ പോയി പറഞ്ഞാൽ ഇതുപോലെ ആൾ ഇരുന്ന് തരുമോ? ഇരുന്ന് തരില്ലെന്നേ. അവർക്ക് ബാധകമായ കാര്യമല്ല നമ്മൾ പറയുന്നത്. നമുക്ക് മാത്രം ബാധകമായ കാര്യം നമ്മളീ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത്തരം മുൻവിധികൾ നമ്മൾ എടുക്കരുത്. നമുക്ക് കുറച്ചുകൂടി നേരിട്ട് കാര്യങ്ങളിൽ കടക്കാൻ പറ്റും. സലിംജി നക്സലൈറ്റ് ആണോ, മരിച്ചപ്പോൾ നക്സലൈറ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത് എന്നെ അലട്ടുന്നൊരു വിഷയമല്ല. ഞാൻ തുറന്ന് പറയാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർക്സിസം അല്ല ദളിതർക്ക് മുന്നോട്ട് പോകാൻ ഡോക്ടർ BR അംബേദ്കറുടെ ആശയപ്രപഞ്ചമാണ് അവർ പിന്തുടരേണ്ടതെന്ന് എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരാളെക്കുറിച്ച് ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മാർക്സിസം നമ്മുടെ ചരിത്രത്തിലെ ഒരു തത്വചിന്ത എന്ന നിലക്ക് രൂപപ്പെടുകയും രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിനും പുതിയൊരു വിമർശ ബോധവും അതിൻ്റെ ഒരു മെത്തഡോളജിയും സംഭാവന ചെയ്ത ഒരാശയമെന്ന നിലക്ക് അതിന് നമ്മുടെ ചിന്താചരിത്രത്തിലൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മാർക്സിസത്തിൻ്റെ ചില മെത്തഡോളജിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞെന്ന് വരും. അതിൻ്റെ അർത്ഥം അത് മാർക്സിന് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ചിന്തകർക്കും ആ ഒരു നീക്കിയിരിപ്പുണ്ട്. അതൊക്കെ ആൾക്കാർ, അത് നമ്മുടെ ചിന്തയുടെ ഭാഗമായി കഴിഞ്ഞതാണ്. അത് ഇടയ്ക്ക് കയറി വരും. അതുകൊണ്ട് അവരെല്ലാം മാർക്സിസ്റ്റുകളാവണമെന്നൊന്നുമില്ല. ഇതിനകത്ത് ഈ സലിംജിയുടെ ഒരു മെറ്റമോർഫോസിസ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. ഒരു പരിണാമ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്, ദൈക്ഷണികമായൊരു പരിണാമ ചരിത്രമുണ്ട്. അതൊരു തരത്തിൽ ഗീതാനന്ദനൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഇതിനകത്തെ ഒരാളായ കാരണം വേറെ കുറേയേറെ ആദ്യമായി കേൾക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അതിൽ നിന്ന് കേൾക്കാൻ ഇടയായി. അതിൻ്റെ ആന്തരിക സംഘർഷങ്ങളെ സംബന്ധിച്ചിട്ട് പുറത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന നിലക്ക് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അദ്ദേഹം അധസ്ഥിത നവോത്ഥാന മുന്നണി രൂപീകരിക്കുന്നത് സലിംകുമാർ തീരുമാനിച്ചിട്ടല്ല, CPI-ML തീരുമാനിച്ചിട്ടാണ് അധസ്ഥിത നവോത്ഥാന മുന്നണി ഉണ്ടാക്കുന്നത്. അന്ന് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് മർദ്ദിത ജാതികളെന്ന വാക്കാണ്. ദളിതരെന്നോ അധസ്ഥിതരെന്നോ അല്ല, മർദ്ദിത ജാതികൾ. അന്ന് വേണു എഴുതുന്നൊരു പുസ്തകത്തിൻ്റെ പേര് തന്നെ മർദ്ദിത ജാതി മത ന്യൂനപക്ഷ ഐക്യെന്ന. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിന് അന്ന് വേണുവിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മർദ്ദിത ജാതി മത ന്യൂനപക്ഷ ഐക്യെന്ന. അപ്പോൾ ഈ മർദ്ദിത ജാതി, ഈ വാക്ക് വെറുമൊരു അക്ഷരങ്ങളുടെ കൂട്ടല്ല, അതിലൊരു വലിയൊരു ആശയപ്രപഞ്ചം അടങ്ങിയിട്ടുണ്ട് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് അധസ്ഥിത നവോത്ഥാന മുന്നണി ഉണ്ടാക്കുന്നത്. അധസ്ഥിത നവോത്ഥാന മുന്നണി ഉണ്ടായി കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം, സലിംജിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പാർട്ടിയുടെ നിയന്ത്രണം കുറച്ച് അധികമാകുന്നുണ്ടെന്നാണ്. ആദ്യ ലേഖനങ്ങൾ എഴുതി വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. പാർട്ടി സെൽബറിനും കൊണ്ട് ഇങ്ങോട്ട് പോരരുതെന്നാണ് പറയണേ. അപ്പോൾ അവിടെ തർക്കം മാർക്സിസമായിട്ടോ പാർട്ടിയായിട്ടോ അല്ല, പാർട്ടിയുടെ നിയന്ത്രണ രൂപങ്ങളുമായിട്ടാണ് തർക്കം. രണ്ടാമത്തെ ഘട്ടത്തിൽ പാർട്ടി ഒരു പ്രശ്നമാണോ എന്ന് പുള്ളിക്ക് തോന്നുമോ? പാർട്ടി ഒരു പ്രശ്നമാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടമാകുമ്പോൾ പാർട്ടി ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും.
മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഈ പറയുന്നത് ദളിത് ഐക്യസമിതി എന്ന് പറയുന്ന സംഘടന ഉണ്ടാകും. ദളിത് എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതോടെ സ്വാഭാവികമായും അംബേദ്കറിസം അദ്ദേഹത്തിലേക്ക് സുശക്തമായി കടന്നു വരികയും മാർക്സ് സൈഡിലൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. അത് ആരുടെ കാര്യത്തിലായാലും, മാർക്സിസം മനസ്സിലാക്കുന്ന ആരുടെ കാര്യത്തിലായാലും മാർക്സ് പുറത്ത് നിൽക്കാൻ ബാധ്യസ്ഥമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാർക്സ് ഒരു മോശം ചിന്തകനായതുകൊണ്ടല്ല, മറിച്ച് സോഷ്യൽ റവല്യൂഷനെ സംബന്ധിച്ചും സോഷ്യൽ റിഫർമേഷനെ സംബന്ധിച്ചും രണ്ട് സങ്കല്പങ്ങളാണ് മാർക്സും അംബേദ്കറും മുന്നോട്ട് വെക്കുന്നത്. സൊസൈറ്റിയുടെ പരിവർത്തനത്തെ സംബന്ധിച്ച് റവല്യൂഷൻ സങ്കല്പമാണ്, വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പമാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. ആ വിപ്ലവം എന്നത് ഒരു വ്യവസ്ഥയുടെ സമ്പൂർണമായ തകർച്ചയും അതിൽ നിന്നും രൂപം കൊള്ളുന്ന പുതിയൊരു സമൂഹവുമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക പരിഷ്കരണം വിപ്ലവത്തെ തുരങ്കം വെക്കുന്നൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ മാർക്സിസ്റ്റുകൾക്കാർക്കും തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ബൂർഷ്വാ നവോത്ഥാനം, താഴ്ന്ന നിലവാരമുള്ള ബൂർഷ്വാ നവോത്ഥാനത്തിൻ്റെ വക്താവാണെന്ന് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ പറയുന്നത്. തിയററ്റിക്കലി ദേ ആർ കറക്റ്റ്. ഞാനെന്താ പറയുന്നത്, ആ മാർക്സിസ്റ്റ് തിയറി അനുസരിച്ച് അവർ പറയുന്നത് ശരിയാണ്. അയ്യങ്കാളി KS-KTUവിൻ്റെ പുറകിലുള്ള ആളാണ്, സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. മാർക്സിസ്റ്റുകൾക്ക് അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം വർഗ പദവിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ബൂർഷ്വാ നവോത്ഥാനത്തിൻ്റെ വക്താക്കളാണ് അയ്യൻകാളിയും പൊയ്കയിലപ്പച്ചനും ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനും സഹോദരൻ അയ്യപ്പനും ഒക്കെ. പിന്നെ ആരാ മുമ്പെന്ന് ചോദിച്ചാൽ KS-KTUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ചെത്തുതൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണെന്ന് പറയുന്ന വിചിത്ര യുക്തിയാണ് മാർക്സിസ്റ്റുകൾ കേരളത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ റെവല്യൂഷൻ എന്നതങ്ങ് മാറ്റിവെച്ചിട്ട് ഡോക്ടർ BR അംബേദ്കർ സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ റിഫർമേഷൻ, ഒരു പൊളിറ്റിക്കൽ റിഫർമേഷന് മുൻപ് ഒരു കൾച്ചറൽ റിഫർമേഷൻ ഉണ്ടായിരിക്കണം. കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോഴും ആ വാക്കുപയോഗിക്കുമ്പോഴും റിഫർമേഷനാണ് പറയുന്നത്. ഈ സോഷ്യൽ റിഫർമേഷനെ ഏറ്റെടുക്കുന്ന ഒരാൾക്ക് സൊസൈറ്റിയുടെ സമ്പൂർണമായ തകർച്ചയല്ല പറയുന്നത്, സൊസൈറ്റിക്കകത്തെ ആന്തരിക ബന്ധങ്ങളെ പുനരാവിഷ്കരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും സോഷ്യൽ റിഫർമേഷൻ സ്വീകരിക്കുന്ന ഒരാൾക്ക് മാർക്സിസത്തിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ തിയററ്റിക്കലി സത്യസന്ധനല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. തിയററ്റിക്കലി സത്യസന്ധനായതുകൊണ്ടാണ് സലിംകുമാർ തുറന്നെഴുതിയത് അംബേദ്കറിസം തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ട ഒരു കാര്യം. അത് നമ്മൾ വളരെ തിയററ്റിക്കലായ പ്രശ്നം കൂടി ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ ഇങ്ങനെ ആക്ടിവിസത്തിലൂടെ എന്തെങ്കിലും കണ്ടെത്തുക, ഇതിനകത്ത് തിയററ്റിക്കൽ ബ്രേക്കുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അംബേദ്കറിലേക്ക് അദ്ദേഹം വരുന്നതിലൂടെയാണ് കമ്മ്യൂണിറ്റി എന്ന സങ്കല്പത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഈ കമ്മ്യൂണിറ്റി എന്നത് സലിംജി കോയിൻ ചെയ്ത വാക്കൊന്നുമല്ല. അത് ഡോക്ടർ BR അംബേദ്കർ എന്താണ് ഒരു സമുദായം എന്ന ചോദ്യത്തിനൊരു ഉത്തരം പറയുന്നുണ്ട്. അത് കുടുംബത്തിൻ്റെ വികസിത രൂപമാണെന്നാണ് പറയുന്നത്. സമുദായം എന്നത് കുടുംബത്തിൻ്റെ വികസിത രൂപമാണെന്നാണ് പറയുന്നത്. സമുദായം എന്നത് ജാതിയല്ല, ഇറ്റ് ഈസ് ആൻ ഇമാജിനേഷൻ. അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിലേക്ക് ഒരു സമൂഹം എത്തിച്ചേരുന്നതാണ് സമുദായം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നിർമ്മിച്ചെടുക്കുന്നതാണ് സമുദായം. ജാതി എന്നത് ഗിവൺ തിങ്ങാണ്, നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഞാനൊരു പറയനാണ് എന്നത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിലും സമൂഹം മുഴുവൻ ഞാൻ പറയാനാണെന്നാണ് കരുതുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷെ ഞാൻ ദളിതനാണ്, ഞാൻ ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ എനിക്ക് കൂടി പങ്കുള്ളൊരു കാര്യമാണ് ഞാൻ അവകാശപ്പെടുന്നത്. ഇങ്ങനെ കമ്മ്യൂണിറ്റി കുറച്ച് കണ്ടംപററി ആയിട്ടുള്ളൊരു സ്വത്വമാണത്.
കണ്ടംപററി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി സ്വത്വം എന്നത്, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി എന്നത് ഇതിലേക്ക് അദ്ദേഹം എത്തുന്നത് മാർസിൽ നിന്നും തിയററ്റിക്കലി തന്നെ ബ്രേക്ക് ചെയ്യേണ്ടി വന്ന് അംബേദ്കറിലേക്ക് എത്തുന്നതിലൂടെയാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം കൂടി നമ്മൾ തിയററ്റിക്കലായി തന്നെ ഈ വർഗവും ജാതിയും തമ്മിലുള്ള സംഗതിയെക്കുറിച്ച് ഗീതനത് ഒരു ലെവലിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വർഗവും ജാതിയും ഒരുമിച്ച് പോകില്ല എന്നുള്ളത്. അപ്പോൾ വർഗവും ജാതിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി പറ്റത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളെ നിർബന്ധ ബുദ്ധി. കാരണം എന്നാന്ന് വെച്ചാലേ, ഈ വർഗത്തിന് നമ്മൾ എതിരാന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിലാളികൾക്കെതിരും പാവപ്പെട്ടവർക്കും എതിരാണ്. ഈ രണ്ട് കൂട്ടരുടെ കോൺട്രാക്റ്റ് മുഴുവനും വർഗവാദികളാണ് ഏറ്റെടുത്തേക്കണേ. അപ്പോൾ നമ്മൾ വർഗത്തിനെതിരാണെന്ന് പറഞ്ഞു പോയാൽ, വർഗ സമരത്തിനെതിരാണെന്ന് പറഞ്ഞു പോയാൽ നമ്മൾ പാവപ്പെട്ടവർക്ക് എതിരാണെന്നുള്ള സിദ്ധാന്തമാണ് പിന്നെ നമ്മൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ വർഗം കുഴപ്പമില്ല, അത് ഇരുന്നോട്ടെന്ന് പറയേണ്ടി വരും. ഇത് നമ്മളുടെ ഒരു ഗതികേടാണ്, തിയററ്റിക്കലി ക്ലിയർ കട്ട് അല്ലാത്തത് കൊണ്ടാണ്. ഡോക്ടർ BR അംബേദ്കർ വർഗമെന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഗം ഒരു യാഥാർത്ഥ്യമായിരിക്കെ വർഗസമരമെന്നതൊരു അതിഭാവനയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രം വർഗസമരങ്ങളുടേതാണെന്നുള്ള വാദത്തെ ഡോക്ടർ BR അംബേദ്കർ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ദർശനത്തിനകത്ത് വർഗമെന്നത് ഒരു എംപിരിക്കൽ കാറ്റഗറിയല്ല. പണിയെടുക്കുന്നവരെല്ലാവരും വർഗമല്ല മാർക്സിസത്തിനകത്ത്. അത് ഹിസ്റ്റോറിക്കലായി രൂപം കൊള്ളുന്ന ഒരു സോഷ്യൽ ഏജൻസി ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തെ അട്ടിമറിച്ച് സോഷ്യലിസം സ്ഥാപിക്കാൻ കഴിയുന്ന വർഗമേതെന്ന് ചോദിച്ചാൽ അത് തൊഴിലാളി വർഗമാണെന്നാണ് അതിൻ്റെ ഉത്തരം. ആ തൊഴിലാളി വർഗത്തിൽ ആദിവാസി പെടില്ല, നൊമാഡിക് ട്രൈബ് പെടില്ല. ഈ കുട്ടനാട്ടിൽ ഇങ്ങനെ കവലയിലൊക്കെ ചുമ്മാ നിൽക്കുന്ന ദളിതരുണ്ടല്ലോ, അവരൊന്നും പെടിയല്ല, അവരൊന്നും തൊഴിലാളി വർഗമല്ല, വെറുതെ നമ്മൾ വിചാരിക്കുന്നതാണ്. തിയററ്റിക്കലി ഈ വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ മാർക്സിസത്തിനാവില്ല. അതുകൊണ്ടാണ് ആദിവാസി അവർ ഉൾക്കൊള്ളാത്തത്. തിയററ്റിക്കലി അവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ആദിവാസികളെ കർഷക തൊഴിലാളിയായിട്ട് വേണം അവർ ഉൾക്കൊള്ളൂ, ആദിവാസിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുട്ടനാട്ടിലെ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളായിട്ട് പുലേനെയും പറയാനൊക്കെ അവർ ഉൾക്കൊള്ളും, ദളിതരായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. വൈ? ബിക്കോസ് അവർ സമൂഹത്തെ, സാമൂഹ്യ വിഭാഗങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡം സാമ്പത്തികമാണ്. അംബേദ്കർ ആവട്ടെ സാമ്പത്തികമല്ല, സോഷ്യൽ കാറ്റഗറി ആയിട്ടാണ് സമൂഹത്തെ എടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണരെ കാണുന്നു, ബ്രാഹ്മണിസത്തെ കാണുന്നു, പിന്നോക്ക വിഭാഗങ്ങളെ കാണുന്നു, മതന്യൂനപക്ഷങ്ങളെ കാണുന്നു, ദളിതരെ കാണുന്നു, ആദിവാസികളെയൊക്കെ അംബേദ്കറുടെ കാഴ്ചയിലേക്ക് വരുന്നത് അദ്ദേഹം സാമൂഹ്യ വിഭജനത്തിൻ്റെ കാറ്റഗറിയായി, സോഷ്യൽ കാറ്റഗറിയായി, സൊസൈറ്റി സാമൂഹിക വിഭജനങ്ങളായി ഇതിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പണിയെടുക്കുന്നവർക്ക് അവകാശം കൊടുക്കേണ്ടതാണോ? അതെവിടെയാണ് പറയുക? ഇന്ത്യൻ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന അവകാശങ്ങളുടെ നിയമപരമായ ഉറപ്പുകൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കറാണ്. ഈ പറഞ്ഞ ഒരു ട്രേഡ് യൂണിയനും അല്ല, ഉറപ്പിച്ച് പറയാൻ പറ്റുമത്. പക്ഷേ അംബേദ്കർ ബൂർഷ്വാ, പിന്തിരിപ്പൻ, സാമ്രാജ്യത്വ ഏജൻ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വികൃതമായൊരു യുക്തിയാണ്. അതുകൊണ്ട് ഈ വർഗവും ജാതിയും, ജാതി എന്നത് അങ്ങനല്ല, ജാതി തന്നെ വർഗം എന്നത് സമൂഹത്തിൽ ഹൊറിസോണ്ടലായി പ്രവർത്തിക്കുന്നൊരു കാര്യമാണ്. സമൂഹം ഇങ്ങനെയാണ് വിഭജിക്കുന്നത്: 1, 2, 3, 4 എന്ന്. ഏറ്റവും മുകളിൽ വളരെ വലിയ സമ്പന്ന വർഗവും ഏറ്റവും കീഴിൽ വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യന്. ഹൊറിസോണ്ടലായിട്ടാണ് ഈ വിഭജനം. വർഗം എന്നതുകൊണ്ട് നമ്മൾ വിഭജിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സാമൂഹ്യ ചിത്രം അതാണ്. ജാതി പക്ഷേ അങ്ങനല്ല. ജാതി എന്നത് ഹൊറിസോണ്ടലായിട്ടല്ല അത് സമൂഹത്തെ വിഭജിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വരച്ചാൽ ഒരു 6 ആർക്ക് ലെവലിലെങ്കിലും വരയ്ക്കേണ്ടി വരും. എന്നാൽ ഒരേ സമയം അതീവ സമ്പന്നനും
അതേസമയം അതീവ ദരിദ്രനും ഒരേ സമയം വലിയ പണ്ഡിതനും ഒരേ സമയം നിരക്ഷരനുമുള്ളതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം, കാസ്റ്റ് എന്ന് പറയുന്നത്. ആ കാസ്റ്റിനെ അതങ്ങനെ തന്നെ നിലനിർത്താതെ അതിനെ കമ്മ്യൂണിറ്റി ആയിട്ട് പരിവർത്തിപ്പിക്കുന്നതിലൂടെയാണ് സാഹോദര്യമെന്നൊരു മൂല്യം സമൂഹത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹം അംബേദ്കറിലേക്ക് എത്തിയിട്ട് അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം ഈ പറയുന്ന ദളിത് സമുദായം എന്നൊരു സങ്കല്പം വെക്കുന്നു. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു വശം ഗീതനൂടെ സൂചിപ്പിച്ചു. ഇതിനകത്തെ അത് ആദിവാസി എന്ന നിലക്ക് അദ്ദേഹത്തിന് കിട്ടാതെ പോയ അംഗീകാരമാണോ കിട്ടിയ അംഗീകാരമാണോ എന്നുള്ള നിലക്കല്ല ഞാനതിനെ സമീപിക്കുന്നത്. ദളിതർ ഒരു സമുദായമാണെന്ന് പറയുന്ന ഏതൊരാളും ആ സമുദായത്തിനകത്തെ വ്യത്യസ്ത ഘടകങ്ങളുടെ, അത് ആദിവാസികളാവട്ടെ, ദളിത് ക്രൈസ്തവരാവട്ടെ, നിയോ ബുദ്ധിസ്റ്റുകളാവട്ടെ, ദളിതരാവട്ടെ, ഈ വ്യത്യസ്തതകളെ, അതിൻ്റെ സങ്കീർണതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊരു ഏകശിലാ നിർമ്മിതമായ സമുദായമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പരസ്പര ബഹിഷ്കരണം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദിവാസിയും ദളിതരും ഒരൊറ്റ സാമുദായിക രാഷ്ട്രീയ ഘടകമാണെന്ന് പറയുമ്പോഴും ഇവരുടെ സവിശേഷമായ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സലിംജിയുടെ അന്വേഷണങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയില്ല എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ മറ്റൊരു കാര്യത്തിൽ സമുദായം എന്ന സങ്കല്പത്തിൽ ഒരു പുതിയൊരു അഴിച്ചുപണി അദ്ദേഹം നടത്തുന്നുണ്ട്. അത് നമ്മൾ കാണണം. ഈ അകത്തുള്ള ആന്തരികമായ വൈവിധ്യങ്ങളെ കാണാൻ കഴിയാതിരുന്നപ്പോൾ തന്നെ സ്ത്രീ പുരുഷ സമത്വം സമുദായത്തിനകത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെ അവകാശം തുല്യമായിരിക്കണം എന്നുള്ളൊരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സാധാരണ നമ്മുടെ സമുദായ സങ്കല്പത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. കേരളത്തിലുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീ നേതൃത്വമുള്ളതായിട്ട് നിങ്ങൾക്കറിയാം? അറിയാനൊരു വഴിയില്ല. സ്ത്രീ നേതൃത്വം ഇല്ല, എല്ലാം പുരുഷന്മാരാണ്. നമ്മുടെ നവോത്ഥാന നേതാക്കൾ മുഴുവൻ പുരുഷന്മാരാണ്. അത് സ്ത്രീ സമത്വം എന്നത് വർക്ക് ചെയ്യുന്നില്ല. ആ കൂടി ഒരു അപവാദം പൊയ്കയിലെ അമ്മച്ചി മാത്രമാണ്, PRDSൻ്റെ അമ്മച്ചി മാത്രമാണ് കുറേ കാലം സഭയെ നയിച്ചൊരു സ്ത്രീ നേതാവ് എന്ന് പറയാൻ. അതൊരു ആത്മീയ നേതൃത്വം ആയതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം അപ്പോൾ അവിടെ ഈ കമ്മ്യൂണിറ്റിക്കകത്തെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്താൽ കമ്മ്യൂണിറ്റി ദുർബലപ്പെടും, ശത്രു നമ്മളെ ആക്രമിക്കും എന്നുള്ളതല്ല എൻ്റെ ഒരു ലോജിക്ക്. അതിനെ നിഷ്കരുണം വെട്ടിമാറ്റുന്ന എന്ന് പറയുക സമുദായം എന്നത് സ്ത്രീകൾക്ക് കൂടി തുല്യ പദവിയുള്ള ഒന്നായിരിക്കണമെന്ന് കേരളത്തിൽ പറഞ്ഞ അപൂർവം ചിലരിലൊരാൾ സലിംകുമാറാണ്. അത് പ്രധാനപ്പെട്ട ഒരു വീക്ഷണം തന്നെയാണത്. ഈ ഗോത്ര മഹാസഭയൊക്കെ രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശമായിരിക്കണം ഭൂമിയിൽ കൊടുക്കേണ്ടതെന്നൊരു നിർദ്ദേശം ഗോത്ര മഹാസഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. വളരെ കുറച്ച് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 30 സംഘടനകൾ ഒരുമിച്ച് കൂടി 10,000 പങ്കെടുത്ത വലിയ പ്രകടനം നടക്കുക. സ്റ്റേജിൽ സംഘടനാ നേതാക്കളെല്ലാം ഉണ്ട്, സ്ത്രീകളില്ല. 2 സ്ത്രീകളേ ഉള്ളൂ. എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ പറയാം, അത് ദളിത് സമുദായ മുന്നണിയുടെ നേതാക്കളായിരുന്നു. വേറെ ഒരൊറ്റ സംഘടനയ്ക്ക് ഒരു സ്ത്രീ നേതൃത്വത്തെ ആ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുന്നില്ല. ഇത് എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കി. അതിനെയാണ് അദ്ദേഹം മുറിച്ചത്. മറ്റൊന്ന്, പ്രകൃതിയോട് അദ്ദേഹം പുലർത്തിയ ഒരു മനോഭാവമാണ്. ഈ പ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഈ ദളിത് സമുദായ നേതാക്കളുടെ ഒരു പൊതു മനോഭാവം. എന്ത് പ്രകൃതി? അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ബ്രാഹ്മണർ പറയുന്നതാണെന്നാണ്. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് ഒരു ദളിത് നേതാവ് പറഞ്ഞതാണ്, ഏത് സ്ത്രീകൾ, ഇതൊക്കെ ബ്രാഹ്മണർ പറ്റിക്കാൻ വേണ്ടി ഫെമിനിസത്തൊക്കെ അറിയാം, നമ്മളതിലൊന്നും പോകേണ്ട കാര്യമില്ലെന്നാണ്. തിരുവനന്തപുരത്ത് കൾച്ചറൽ ഫെസ്റ്റ് നടക്കുമ്പോൾ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് നടക്കും, ഞാൻ 2 സിനിമ കാണുന്നു. സിനിമയൊക്കെ കാണുമെന്നാ? അത് സിനിമ കാണുന്ന പോലും കുറ്റമായിട്ടാണ്
ഈ 90കളുടെ ഒക്കെ ഈ ദളിത് നേതാക്കൾ കാണുന്നത്. അവർ മുഴുവനും ജാതി മയമാണ് കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. ആ പ്രവേശനത്തിൻ്റെ ഒരു അടിത്തറ നിർമ്മിക്കുന്നതിൽ സലീം കുമാറിൻ്റെ എഴുത്തുകൾക്കും പങ്കുണ്ട്. അതിൻ്റെ പരിമിതികൾ എന്തൊക്കെ തന്നെയായാലും അതിനൊരു പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല, അത് ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സലീം കുമാറുമായിട്ട് ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളല്ല. ഞാനൊരു കാലത്ത് നക്സലൈറ്റും ആയിരുന്നില്ല. നക്സലൈറ്റുകൾ വിപ്ലവം നടത്താൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് എന്നോ ഒന്ന് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് നക്സലൈറ്റുകളുടെ ഒരു ബന്ധവും. നക്സലൈറ്റുകൾ പിളർന്നത് ഞങ്ങളുടെ നാട്ടിൽ വെച്ചാണ്, കല്ലറ വെച്ചാൽ. അന്നാണ് ഞാൻ ഗീതാനന്ദനെ ആദ്യം കാണുന്നത്. ഫുൾ കഷണ്ടി ആയതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അവിടെ എൻ്റെ സഹജീവിയുടെ ജെസ്സിയുടെ അമ്മാവൻ്റെ വീട്ട്, അതൊരു ദ്വീപ. രഹസ്യപ്രവർത്തനമായി പറ്റുള്ളല്ലോ. ഒരു കേസും ഇല്ലാത്തവനും ഒളിവിൽ പോകുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ദ്വീപിലാണ്. അപ്പോൾ 7 ദിവസം നിന്നാ പിളരെന്ന് ഓർക്കണം. പിളരാനാണ് ആദ്യ ദിവസം പിളരുവാണ്, പിന്നെ 6 ദിവസമെങ്കിലും രക്ഷിക്കാം. 7 ദിവസം ചർച്ച ചെയ്ത് 7-ാം ദിവസം പിളരുക. പിളർന്ന് ഒരു വേണു ന്യൂനപക്ഷമായിരുന്നു. വേണു അപ്പുറം വഴി ബസ്സിൽ കയറി പോയി, തൃശ്ശൂരിന് പോയി. അപ്പോൾ എൻ്റെ ഗ്രൂപ്പായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും അറിയത്തില്ല ഇവർ പിളരുവാണോ, ഇവർ വിപ്ലവം നടത്തുവാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ നേതൃത്വത്തിൽ അമ്മമാരും യുവാക്കളും ഒക്കെ വന്ന് ഒരു 10-60 പേര് വന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം. ഓർമ്മയുണ്ട് എനിക്കത്. അപ്പം അങ്ങനൊരു ചെറിയൊരു തെറ്റിദ്ധാരണ ഇടക്കാലത്തുണ്ടായി എന്നുള്ളതല്ലാതെ എനിക്ക് അവരോട് ഒരു ബന്ധവുമില്ല. പക്ഷെ വേണുവിനോടൊക്കെ വലിയൊരു സ്നേഹം തോന്നിയിരുന്നു അന്ന്. വളരെ വ്യക്തമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഒരാൾ. പിൽക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ പദവി, ആ സ്റ്റാറ്റസ്, ഒരു കേവല വ്യക്തി എന്ന പദവി പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം നക്സലൈറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട. ആൾക്കാർക്ക് നക്സലൈറ്റ് ആകാനും ആകാതിരിക്കാനും ഒക്കെ അവകാശമുണ്ട്. ഇതൊരു പുറകോട്ട് ദളിത് മൂവ്മെൻറ്റിലേക്ക് പോയവർ മുഴുവൻ തകർന്നു പോയി എന്നുള്ള വാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റ് എൻ്റെ നാട്ടിൽ 69-70 സമയത്ത് ഏതാണ്ട് 70 പേരുണ്ടായിരുന്ന കമ്മിറ്റി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് ഒരാൾ പോലും അവിടെ ഇല്ലെന്ന് ഓർക്കണം, ഒരാൾ പോലും. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റിയല്ല മനുഷ്യർക്ക്, അത് അത്രയേ ഉള്ളൂ കാര്യം. അവരൊക്കെ പലരും അമ്പക്കറൈറ്റ് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് സഹകരിക്കുന്നവരൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ 1-ാം ലക്കം വന്നു സലീം കുമാറിന്. ഇനി സലീംജിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സലീം കുമാറിൻ്റെ 1-ാം ലക്കം വന്നപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായൊരു സാധനം എഴുതിയിട്ടുണ്ട്. ആദിവാസി ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം, അവിടുത്തെ പ്രായമായ മനുഷ്യർ, അവരെടുത്തുകൊണ്ട് നടക്കുന്നത്, സ്കൂളിൽ കൊണ്ടുപോകുന്നത്, തിരിച്ചു വരുന്നത്, ഭക്ഷണം ഇങ്ങനെ ഒരു ചെറിയൊരു സാധനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സലീം കുമാറിൻ്റെ എഴുത്ത് മുഴുവൻ പരിശോധിച്ചാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൊക്കേഷൻ, സലീം കുമാറിൻ്റെ ജീവിത പരിസരം അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം അധസ്ഥിത നവോത്ഥാന മുന്നണി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. അതിനു മുമ്പുള്ള ഒരു എഴുത്തിലും, ഈ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഈ നക്സലൈറ്റ് ആയിരുന്നു നടന്ന കാലത്ത് നമ്മൾ ആദിവാസി പ്രശ്നം ഒരു പ്രധാന കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അത് മാത്രമല്ല, സ്വന്തം സോഷ്യൽ ലൊക്കേഷനെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുന്ന ഒരാളാണ് ആയ സലീം കുമാർ എന്ന നക്സലൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കാം സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് ലോകത്തോട് സംസാരിക്കാൻ? ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ് ആൾക്കാർ. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. മലയുടെ മുകളിൽ ഒരു ചെറിയ വീട്ടിൽ ജനിക്കുകയും തൊട്ടടുത്തൊരു ഗുഹയിൽ
സ്വന്തം വല്യപ്പൻ താമസിക്കുകയും ചെയ്യുന്നത് കാണുകയും അവിടെ നിന്ന് കിലോമീറ്ററുകൾ നടന്ന് പാറ ഇടുക്കിലൂടെ വീഴാതെ നടന്നു പോയി പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുകയും ചെയ്ത ആ സോഷ്യൽ ലൊക്കേഷൻ, അത് മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് സ്വന്തം എഴുത്തിലേക്ക് വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാർക്സിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇതാ മാർക്സിസത്തിൻ്റെ ഒരു സൗകര്യം, സവർണർക്കുള്ള പ്രത്യേക സൗകര്യം അതാ. അവൻ്റെ സോഷ്യൽ ലൊക്കേഷൻ ഒരിക്കലും ചർച്ചയ്ക്ക് വരികയില്ല. നീ കമ്മ്യൂണിസ്റ്റാണ്, ഞാനും കമ്മ്യൂണിസ്റ്റാണ്, പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? ഇതാ അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ സോഷ്യൽ ലൊക്കേഷൻ ഇദ്ദേഹം ചർച്ച ചെയ്യുന്ന ഇയാൾ ദളിതാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവായി നമ്മൾ എടുക്കണം. ഇപ്പോൾ സലിംജി മാർക്സിസ്റ്റ് ആയിരുന്നോ അല്ലയോ എന്ന തർക്കത്തിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതിനകത്തുള്ളൊരു ഓവർ റീഡിങ് എന്ന് പറയുന്നത് ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കേരളത്തിലെ ദലിത് മൂവ്മെൻറ്റിൻ്റെ ഉപജ്ഞാതാക്കളും വക്താക്കളും എന്ന വാദം ഒരു അതിവാദമാണ്. കൽറസുമാനൊക്കെ 50കളുടെ അവസാനം മുതലേ തുടങ്ങിയൊക്കെയാണ് കേരളത്തിലെ മനുഷ്യ ദലിത് അംബേദ്കർ എന്നുള്ള പേരൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഈ പോൾച്ചിറക്കാരോടെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ പണ്ഡിതനായിരുന്നു, അസാധ്യ പണ്ഡിതൻ. അങ്ങനെയുള്ളവരൊക്കെ ഇടപെട്ട് അന്നത്തെ കാലത്ത് MSW LLB എടുത്തിട്ട് ദളിത് പ്രവർത്തനം നടത്തി ജീവിതം നശിച്ചു പോയ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ എത്രയോ പേർ പണിയെടുത്തൊരു മണ്ഡലമാണിത്. ഇപ്പോൾ ഗീതാനന്ദൻ നക്സലൈറ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നക്സലൈറ്റ് ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹം ദളിതരുടെ ലീഡറായെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കേണ്ട കാര്യമില്ല. మరి അദ്ദേഹം ചെയ്യുന്ന വർക്ക് നമ്മൾ വിലയിരുത്തുക എന്നതാണ്, അത്രയേ ഉള്ളൂ. സലിംകുമാറിൻ്റെ കാര്യത്തിലും KK കൊച്ചിൻ്റെ കാര്യത്തിലുമൊക്കെ അതാണ് നമ്മൾ കാണേണ്ടത്. എഴുത്തിൻ്റെ മേഖലയിൽ ഒരു വലിയ തലമുറ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്, വലിയൊരു തലമുറ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ലൊക്കേഷൻ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതാണ് ഈ മാർക്സിസ്റ്റ് ആയിരിക്കുന്നതിലെ ഒരു വലിയൊരു പ്രശ്നം. പിന്നെ ഈ ദളിത് പൊളിറ്റിക്സ്, ദളിത് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിലൊരു ചതിയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ രാഷ്ട്രീയം ഇങ്ങനെയൊന്നും അല്ലെന്നേ. ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് ILP എന്നും RPI എന്നൊക്കെയാണ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് തന്നെയാണ് ഈ പറയണേ, അത്രയേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ. അതല്ലാതെ ഞങ്ങൾ കൂടി എന്തെങ്കിലും തരണം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമല്ല. ഞങ്ങൾ കേരളം ഭരിച്ചാൽ, ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ എന്താ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് ഈ പറയുന്നത്. ബൂർഷ്വാ പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത്, ഒരു സംശയം വേണ്ട. സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് അല്ല, വർഗരാഷ്ട്രീയമല്ല പറയുന്നത്. അധികാരത്തിൽ വരിക, ഇനി കേരളത്തിൽ ജീവിക്കുന്ന ദളിതരല്ലാത്തവരെ മുഴുവൻ കൊല്ലാൻ എന്തായാലും ഞങ്ങൾ പദ്ധതി ഇടിയാല, അവർക്കെല്ലാം അധികാരത്തിൽ പങ്കുകൊടുക്കാൻ തന്നെയാണ്. അങ്ങനെ ഒരു വിശാലമായ പൊളിറ്റിക്സ്, മൈത്രിയുടെ ഒരു അന്തരീക്ഷം, ജനാധിപത്യത്തിനൊരു അന്തരീക്ഷം, വിഭവങ്ങളുടെ നീതിപൂർവകമായ ഒരു വിതരണം. നേരത്തെ ഇവിടെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന വിധമുള്ള പുതിയൊരു സമൂഹ രാഷ്ട്ര ഭാവനയിലേക്കാണ് ഈ ദളിത് പൊളിറ്റിക്സൊക്കെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അതല്ല ദളിതർക്ക് എന്തെങ്കിലും തരണമെന്ന് അത് സമുദായ സംഘടനകൾ പറയും, അതവർ പറഞ്ഞോളൂ. അതിന് പൊളിറ്റിക്സൊന്നും വേണ്ടെന്നേ, അവർ പറഞ്ഞാൽ പോരെ. ദളിത് പൊളിറ്റിക്സ് അല്ല, ന്യൂ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത്. നമ്മളത് കാണണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത്, ഇതെന്തോ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ എന്തോ ഒരു പിളർപ്പിൽ നിന്ന് വന്നതാണ് ദളിത് പ്രസ്ഥാനം നമ്മൾ കരുതേണ്ടതില്ല. വളരെ വലിയൊരു പണ്ഡിത സമൂഹം, വളരെ ജെന്യുവിനായി ചിന്തിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഇപ്പോൾ ദളിതർക്ക് കേരളത്തിൽ പ്രസൻറ്റാണ്. ഒരു കാര്യം, ഈ TS ശ്യാംകുമാറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ബ്രാഹ്മണിക്കൽ വിമർശനം ഇന്ന് മലയാളിക്ക് ആലോചിക്കാൻ പറ്റുമോ? പിന്നെ ഇവരെവിടെ പുറകിലാന്നാണ് ഈ മലയാളി പറയണം, വെറുതെ പറയണമല്ലേ. TS ശ്യാംകുമാറിനെ മാറ്റി നിർത്തിയിട്ട് ഈ ഹിന്ദുത്വ വിമർശനത്തിൽ ഇവിടെ വലിയ വലിയ ജിങ്കാനകളുണ്ടായിരുന്നില്ല, അവരെല്ലാം പോയില്ലേ. ഇപ്പോൾ ഉറച്ചു നിന്ന് ഇത് പറ്റിയെന്ന് പറയുന്ന ഒരാൾ ശ്യാംകുമാറില്ലേ, അയാളെ മാറ്റി നിർത്തിയിട്ട് പറ്റുമോ ഒരു ചർച്ച? പിന്നെ ആരുടെ കാര്യം ഇവർ ഈ പറയുന്നത്? അതുകൊണ്ട് ദളിത് രാഷ്ട്രീയം അങ്ങ് പരാജയപ്പെട്ട് അവരെല്ലാം മല കയറി ഗുഹയിൽ പോയി ഇരിക്കുമെന്നല്ല. കേരളത്തെ ഇപ്പം നവീകരിക്കുന്ന പ്രധാനപ്പെട്ട ഫോഴ്സിൽ ഒന്ന്
ദളിതർ ഉയർത്തിക്കൊണ്ടുവന്ന പുതിയ വൈജ്ഞാനികത തന്നെയാണ്. അത് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അതിലൊരു വലിയ കോൺട്രിബ്യൂട്ടറാണ് സലിംകുമാർ. വിനിൽ പോളിൻ്റെ ഒറ്റ പുസ്തകം കൊണ്ട് മൂന്ന് മണിക്കൂറാണ് രാജൻ ഗുരുക്കൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ആ പയ്യൻ്റെ 35 വയസ്സുള്ള പയ്യനാണ്. അവന് ഒറ്റ പുസ്തകം എഴുതിയപ്പോഴേ 3 മണിക്കൂർ അടിമത്തത്തെക്കുറിച്ച് പുള്ളിയുടെ ക്ലാസ്സാണ്. 35 കൊല്ലം ഗവേഷണം ചെയ്തിട്ട് അടിമയെന്നൊരു വാക്ക് പറയാത്ത മനുഷ്യനെന്ന് ഓർക്കണം. അപ്പോൾ ഈ വലിയൊരു ബ്രേക്കിന് നമ്മളെന്തിനാണ് കാണാതിരിക്കുന്നത്? ഇപ്പോഴും നമുക്ക് മാർക്സിസം മനസ്സിലാകാത്ത കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് എന്ത് പറയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാർക്സിസം മനസ്സിലാകാത്തതാണ് കുഴപ്പമെന്നുള്ളതാണ് പുതിയ മാർക്സിസ്റ്റുകൾ എപ്പോഴും ഒരു ദുരാരോപണമായിട്ട് പഴയ മാർക്സിസ്റ്റുകൾക്കെതിരെ ഉന്നയിക്കുന്നത്. CPI ശരിയല്ലെന്നാണ് CPM ഉണ്ടാകുമ്പം പറയുക. CPM ശരിയല്ലെന്നാണ് CPIML നക്സലൈറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പറയുക. അവർ ശരിയല്ലെന്നാണ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് പറയുക. അവർ ശരിയല്ലെന്നാണ് പിന്നെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് പറയുക. ഇങ്ങനെ അവർ ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വലിയൊരു പരിണാമം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അന്വേഷിച്ച് ഒരിക്കൽ പോലും നമ്മൾ എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സമൂഹത്തെയും മൂലധനത്തിൻ്റെ ഒരു വിമർശ ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരു ചിന്താ പദ്ധതി എന്ന നിലയിൽ മൂലധന ആധിപത്യമുള്ള മുഴുവൻ കാലത്തും മാർക്സിസത്തിൻ്റെ വേർഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പരിഹരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വേർഷൻസ് ഉണ്ടാവും. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും മൂലധന ആധിപത്യത്തെ വിമർശിച്ച മറ്റൊരു ചിന്താധാര ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഇത് പിന്നെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെയും പ്രത്യക്ഷപ്പെടും. കാരണം പിളർന്ന ഒരു കുറ്റമായിട്ട് നമ്മൾ എടുക്കണ്ട. കാരണം പിളർന്നേ പറ്റത്തുള്ളൂ. കാരണം പുതിയ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പിളരും. ആണ് അതിൻ്റെ സംഭവം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്വാധീന സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നൊരു കാര്യം, മാർക്സിസം നമ്മൾ എങ്ങനെയാണ് പിടികൂടുക നമുക്ക് പറയാൻ പറ്റത്തില്ല. മാർക്സിസത്തിൻ്റെ ജനപ്രിയ ഭാഷ്യവും അധികാരവും വലിയ ചർച്ചകളൊക്കെ നടക്കുന്നൊരു സ്ഥലം എന്ന നിലക്ക് ഇതെങ്ങനെയാണ് നമ്മളെ പിടികൂടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പലതരത്തിൽ നമ്മുടെ ചിന്തകളെ പിടികൂടുന്നുണ്ട്. നമ്മളിങ്ങനെ മാർക്സിസമായിട്ടൊക്കെ തിയററ്റിക്കലി കണക്ക് തീർത്തു, തത്വചിന്താപരമായി കണക്ക് തീർത്തു എന്നൊക്കെ പറയുമ്പോഴും അത് പിടികൂടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗീതാനന്ദൻ പറഞ്ഞ കാര്യത്തിലുള്ളൊരു വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വളരെ ശരിയായ രീതിയിൽ തന്നെ വിലയിരുത്തി ദളിതരുടെയും ആദിവാസികൾക്കിടയിലും ഉണ്ടാകേണ്ട വിപുലമായ അടിസ്ഥാനപരമായ ഐക്യം അസാധ്യമായിരിക്കുന്നു. ഇപ്പോൾ അത് നടന്നിട്ടില്ല, പൂർണ്ണമായിട്ടും നടന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചില ഐക്യ ശ്രമങ്ങളൊക്കെ നടക്കുന്നതല്ലാതെ ഐക്യം അങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുന്നില്ല. അതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനൊരു പരിഹാരമായി അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചത്, ഈ പറയുന്ന ദളിതർ ഒരു ആദിമ സമൂഹം എന്ന നിലക്ക്, ആദിമ ജനത എന്ന നിലക്ക്, ആദിയാർ ജനത എന്ന നിലക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാതെ ആദിവാസികളുമായി ഒരു ഐക്യം സാധ്യമല്ല എന്ന ഒരു വീക്ഷണമാണ് മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. അതിപ്പോൾ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചെന്നേ ഉള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. 1917 സൗത്ത് ബോറോ കമ്മിറ്റിക്ക് മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ അവകാശപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും പ്രായപൂർത്തി വോട്ടവകാശം കൊടുക്കണമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ വി ആർ ദ സിറ്റിസൺസ് ഓഫ് ദിസ് നേഷൻ എന്നാണ് ആ ക്ലെയിം. ആ ക്ലെയിം കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിക്കും യാതൊരു സ്കോപ്പുമില്ല. അത് തീർച്ചയായും ഈ സോഷ്യലിസം, സ്ഥിതിസമത്വം എന്നതൊക്കെ പറയുന്നതിൻ്റെ വേറൊരു ഫാൻറ്റസിയായി മാറുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. മാർക്സിസത്തിൻ്റെ തന്നെ ഒരു സ്വാധീനം ആ വീക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്കൊരു വിമർശനപരമായ അഭിപ്രായമുള്ളത്. ഏതായാലും സലീംകുമാർ
കേരളത്തിൽ അദ്ദേഹം ചെയ്ത പ്രായോഗികവും പ്രത്യശാസ്ത്രപരവുമായിട്ടുള്ള അന്വേഷണങ്ങൾക്കാരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. ഈ അഭിപ്രായ വ്യത്യാസമൊന്നും കൊലയ്ക്ക് കാരണമാവുന്നില്ലെന്നേ. അങ്ങനെ കാരണമാകേണ്ട കാര്യമില്ല. ഗീതാനന്ദനും ഞാൻ ഒരുമിച്ച് കുറേ കാലം പ്രവർത്തിച്ചു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചേ അല്ല, പല വിമർശനങ്ങളും ഉണ്ട് പരസ്പരം. പക്ഷേ ഗീതാനന്ദനെ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണുന്നില്ല. അത് മുരളിയെയോ ഇരിക്കുന്ന സജി കെ ചേരവനെയോ ഈ ദാസനെയോ ഒന്നും ശത്രു എന്ന നിലക്കല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഗീതൻ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഇഷ്ടം. അതൊരു ധാരയാണ്, അവർ പറയട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ മതിയല്ലോ. അതല്ലാതെ ഇപ്പം തന്നെ പറഞ്ഞതെല്ലാം പരിഹരിക്കണം നമ്മൾ നിർബന്ധം പിടിക്കരുത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഏറ്റവും അവസാന ഘട്ടത്തിൽ ദളിത് ക്വസ്റ്റിലേക്ക് വരികയും അതിലൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളെന്ന നിലക്ക് ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ച പലരും ഏറ്റവും അവസാനം അനാഥരായി പോയൊരു ചരിത്രം കൂടിയുണ്ട് കേരളത്തിന് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുവാനും ആ ജീവിതത്തെ ആദരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ സമുദായത്തിനും ജനാധിപത്യവാദികൾക്കുമുണ്ട്. ജനാധിപത്യവാദികൾക്കും ചില തെളിച്ചങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി വലിയ അടുപ്പം സൂക്ഷിച്ച ഒരാളാണ്. ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, വ്യക്തിപരമായി ഒരു അടുപ്പം സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. ഈ എനിക്കെതിരെ ഒക്കെ വിമർശനം ഉന്നയിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒന്നും ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് പോലും അദ്ദേഹം എടുക്കാറില്ല. അത്രയും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം അതൊക്കെയാണെന്നേ. ഒരു പക്വതയുണ്ടായിരിക്കുക, വളർച്ചയെത്തിയ മനുഷ്യരെ പോലെ പെരുമാറുക, അതൊക്കെയാണ്. അതിന് വലിയ പ്രത്യശാസ്ത്രവും വലിയ തത്വചിന്തയൊന്നും ഇല്ലെങ്കിലും മനുഷ്യന് ചെയ്യാൻ പറ്റും അതൊക്കെ. അതൊക്കെ ചെയ്ത ഒരാളാണ് സലിംജി. തീർച്ചയായും ശാന്തനായൊരു മനുഷ്യനാണ്. അത് തന്നെ ഒരു വലിയ ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്, ശാന്തനായിരിക്കുക എന്നത്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ മറവിയിലേക്ക് തള്ളി മാറ്റരുത്. അത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ജീവിതത്തോടുള്ള എല്ലാ ആദരവും ഞാൻ പുലർത്തുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പലതരത്തിലും അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും ആ ജീവിതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ യോഗത്തിലേക്ക് വിളിച്ച സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ജയിക്കും.